RCCയിൽ ഈ അടുത്ത് നടന്ന ഒരു പഠനത്തിൽ നമ്മുടെ നാട്ടിലെ റെക്ടൽ ക്യാൻസറിൻ്റെ എണ്ണം കൂടുന്നതായിട്ടാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്നതിലും ഒരു 10 വയസ്സ് മുന്നേ കാണുന്നു എന്ന വളരെ ഉത്കണ്ഠയുള്ള ഒരു കാര്യമാണ് അവർക്ക് പഠനത്തിൽ കാണാൻ സാധിച്ചത്. ഇതിന് പല കാരണങ്ങളുണ്ടാവാം. നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ എല്ലാം ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്തൊക്കെയാണ് മലാശയ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ? മലത്തിൽ രക്തം കലർന്നു പോകുന്നതാണ് പലപ്പോഴും ആദ്യം നമ്മൾ കാണാറുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ശോധനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, 1-2 ആഴ്ചയ്ക്ക് മേലെ നിൽക്കുന്ന മാറ്റങ്ങൾ, മലബന്ധം, പെട്ടെന്ന് വയറിൽ ഗ്യാസ് കെട്ടുക, അങ്ങനെ ഏത് ലക്ഷണം നമുക്ക് മാറാണ്ട് നിന്നാലും നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകേണ്ടതാണ്. എങ്ങനെയാണ് നമ്മൾ മലാശയ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്? നമ്മളത് ഒരു എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി വഴി ആണ് ട്യൂമറിനെ കാണുന്നതും ഒരു ബയോപ്സി എടുക്കുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റേജ് അറിയാനും അത് എത്രത്തോളം സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് അറിയാനും നമ്മൾ സ്കാനുകൾ ചെയ്ത് നോക്കുന്നു. MRI സ്കാനും CT സ്കാനും നമ്മൾ ചെയ്ത് നോക്കുന്നു. ബാക്കി കുടലിൻ്റെ വേറെ ഭാഗത്ത് വരുന്ന ക്യാൻസറുകളെ വെച്ച് നോക്കുമ്പോൾ മലാശയ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ റേഡിയേഷനും കീമോയും കൊടുത്ത് ചുരുക്കിയതിന് ശേഷമാണ് പലപ്പോഴും മലാശയ ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. റെക്ടൽ ക്യാൻസറിന് തന്നെ നൂതനമായ വേറെ കുറച്ച് ചികിത്സാരീതികളും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ ശതമാനം ട്യൂമറുകൾക്ക് ഇമ്മ്യൂണോതെറാപ്പി അഥവാ ശരീരത്തിൻ്റെ തന്നെ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് ട്യൂമറിനെ ചെറുക്കുന്ന ഒരു രീതി ഉപയോഗിക്കാൻ സാധിക്കും. കീമോതെറാപ്പിയിലോ ഇമ്മ്യൂണോതെറാപ്പിയിലോ പൂർണ്ണമായും പ്രതികരിച്ച് കംപ്ലീറ്റ് റെസ്പോൺസ് ലഭിക്കുന്ന ട്യൂമറുകൾക്ക് സർജറി ഒഴിവാക്കാനുള്ളൊരു സാധ്യതയും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്.